അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ വർഷത്തെ തേൻ്റെ സീസൺ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനും പപ്പയും കൂടി നമ്മുടെ തേനീച്ചക്കൂടിൽ നിന്ന് തേൻ എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ആദ്യം നമ്മൾ തേൻ്റെ ആ ഷീറ്റ് ഇട്ട് കെട്ടിയതെല്ലാം അഴിച്ച് മാറ്റിയതിന് ശേഷം അതിൻ്റെ അടപ്പ് തുറന്നു. നമ്മൾ ഈ തേനീച്ചപ്പെട്ടിയിൽ ഒരു സൂപ്പർ മാത്രം വെച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ വർക്കുകൾ അനുസരിച്ച് നമ്മൾ മേളിലേക്ക് സൂപ്പർ നമ്മൾ വെച്ച് കൊടുക്കും. അപ്പോൾ ഇപ്പോൾ ഈ ഒരു സൂപ്പറിൽ നമ്മൾ തേൻ വയ്ക്കാൻ വേണ്ടി അട സെറ്റ് ചെയ്ത് കൊടുത്തേക്കണേ. അങ്ങനെ ആ സൂപ്പർ പെട്ടിയും നമ്മൾ നേരെ എടുത്ത് നമ്മുടെ അടപ്പിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ അടിപ്പെട്ടി മൊത്തത്തിലൊന്ന് ചെക്ക് ചെയ്യണം. കാരണം ഇപ്പോൾ തേൻ്റെ കൂടുകളെല്ലാം വിഭജിക്കുന്നൊരു സമയമാണ്, അതായത് റാണി മുട്ടയിടുന്ന സമയമാണ്. ഈ സമയങ്ങളിൽ റാണി മുട്ടയിട്ട് കഴിഞ്ഞാൽ നിലവിലുള്ള റാണിയും നല്ല വേലക്കാരിയായിട്ടുള്ള കുറച്ച് ഈച്ചകളും തമ്മിൽ വേറൊരു കൂടായി പോവുകയും പുതിയ റാണി ഈ കൂട്ടിലുണ്ടാവുകയും ചെയ്യും. ഇങ്ങനെ ഈ സമയത്ത് തേൻ്റെ സീസണിൽ സെറ്റ് അടിച്ച് പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ തേനീച്ച സീസണെ ബാധിക്കുകയും ചെയ്യും. വേലക്കാരികൾ കുറയുന്നതനുസരിച്ച് നമ്മുടെ തേനീച്ച കൂട്ടിലെ തേൻ്റെ പ്രൊഡക്ഷനും കുറയും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും സെറ്റ് അടിച്ച് പോകാൻ സമ്മതിക്കാറില്ല. നമ്മുടെ ഈച്ചകളുടെ അടിപ്പെട്ടിയെല്ലാം നോക്കി റാണി സെല്ലുണ്ടിയെ നശിപ്പിച്ച് കളയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ സൂപ്പർ പെട്ടിയിലെ റീപ്പർ എടുത്ത് അതിൽ റാണി ഉണ്ടോ എന്ന് ജസ്റ്റ് നോക്കുക. നോക്കിയതിന് ശേഷം അതിലെ ഈച്ചകൾ ഇതുപോലെ നമ്മൾ കൂട്ടിലേക്ക് ഇങ്ങനെ കുടഞ്ഞ് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ തേൻ എടുക്കുന്ന മെഷീൻ. ഈ മെഷീനിലേക്ക് നമ്മൾ ഇതുപോലെ റീപ്പർ വെച്ച് കൊടുക്കും. രണ്ട് സൈഡിലും ഇതുപോലെ റീപ്പർ വെച്ചതിന് ശേഷം നമ്മൾ ഈ മെഷീനൊന്ന് കറക്കി കൊടുക്കുകയാണ്. ഇങ്ങനെ കറക്കി കൊടുക്കുമ്പോൾ ഈ കറക്കുന്ന സ്പീഡ് കൊണ്ട് ഇതിലെ അടയിലിരിക്കുന്ന തേനുകളെല്ലാം തെറിച്ച് നമ്മുടെ മെഷീൻ്റെ ഉള്ളിലേക്ക് വീഴും. ഒരു സൈഡിൽ ഇതുപോലെ വെച്ച് നമ്മളിതുപോലെ കറക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ അട തിരിച്ച് മറു സൈഡും ഇതുപോലെ വെച്ച് കൊടുക്കും. അങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും കറക്കും. അങ്ങനെ നമ്മുടെ അടയിലെ രണ്ട് സൈഡിലുള്ള തേനുകളെല്ലാം ഇതുപോലെ നമ്മുടെ തേനെടുക്കുന്ന മെഷീനിലേക്ക് വീഴുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ തേനെടുക്കുന്ന മെഷീനിലേക്ക് വീണ കാലി അടകൾ നമ്മൾ നേരെ നമ്മുടെ കൂട്ടിലേക്ക് വയ്ക്കും. ഇപ്പോൾ ഈ അടയിലുണ്ടോ ഒറ്റ തേൻ പോലും ഉണ്ടാവില്ല. ഈ അട നേരെ നമ്മുടെ സൂപ്പർ പെട്ടിയിൽ വെച്ച് കൊടുക്കും. അപ്പോൾ വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ തേനീച്ചകൾക്ക് അടയുണ്ടാക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു സമയം നമുക്ക് കളയേണ്ടത് ആവശ്യമില്ല. കാരണം ഈ അടയിലേക്ക് തന്നെ ഒരു തേൻ മാത്രം നിറച്ച് കൊടുത്താൽ മതി. അങ്ങനെയാണ് നമ്മൾ എല്ലാ ആഴ്ചകളിലും നമുക്ക് തേനെടുക്കാൻ പറ്റുന്നത്. അങ്ങനെ തേനെടുത്തതിന് ശേഷം നമ്മുടെ അടപ്പ് കൊണ്ട് അടച്ച് പിന്നെ നമ്മൾ ഈ വെയിൽ കാര്യങ്ങളൊക്കെ ഒന്ന് അതിൽ നിന്നും മഴ പെയ്യുകയാണെങ്കിൽ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി നമ്മളിതുപോലെ ഷീറ്റൊക്കെ വെച്ച് കയറിട്ട് ഇതുപോലെ കെട്ടിക്കൊടുക്കും. അങ്ങനെ നമ്മളിത് ഇന്ന് എടുത്തിട്ടുള്ള തേനാണ് കേട്ടോ. ഇത്രയ്ക്കും തേൻ നമുക്ക് ഈ ഒരു കൂട്ടിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ തേൻ നമ്മൾ ഇനി നമ്മുടെ ഈ മെഷീനിൽ നിന്ന് എടുത്ത് ഒരു ചെരുവത്തിലേക്ക് ആക്കി നല്ല രീതിയിൽ നമ്മൾ വെയിൽ കൊള്ളിക്കും. വെയിലുള്ള സമയം ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വെയിൽ കൊള്ളിച്ച് അതിലെ ജലാംശം എല്ലാം പോയതിന് ശേഷം നമ്മൾ ബോട്ടിലാക്കിയിട്ടാണ് കേട്ടോ നമ്മൾ കൊടുക്കാറുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാനൊന്ന് സപ്പോർട്ട് ചെയ്യണേ.